ഹലോ, നമ്മളിന്ന് ഷാർജ സിറ്റിയുടെ സെൻറ്ററിലുള്ള അൽ മജാസ് വാട്ടർ ഫ്രണ്ടിലാണ് ഉള്ളത്. പേരിലുള്ള പോലെ തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന വാട്ടർ ബോഡിയാണ്. ഈ കാണുന്ന വാട്ടർ ബോഡിക്ക് ചുറ്റും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വീക്ക്ലിയോ അല്ലെങ്കിൽ ഡെയിലിയോ ഒരു ഈവനിങ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. എസ്പെഷ്യലി കിഡ്സിന്, കാരണം ഇവിടെ കിഡ്സിന് ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒരേപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഡൈനിങ് സ്പോട്ട്സും റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ തന്നെയാണ്. നമ്മളൊരു വൈകിട്ട് ആകുമ്പോഴേക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് റോഡിൻ്റെ സൈഡ് തന്നെ ആയതുകൊണ്ട് പാർക്കിംഗ് കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് നമ്മളത് പ്ലാൻ ചെയ്ത് കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ നമുക്കതിനും വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇവിടെ നമ്മളൊരു റെസ്റ്റോറൻറ്റ് ചെയിൻ തന്നെയുണ്ട്. ഈ പറയുന്ന പോലെ പിസ്സ ഹട്ട് ഉണ്ട്, പിന്നെ അൽബേക്ക് ഉണ്ട്, പിന്നെ ടിം ഹോട്ടനുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. ഒരുവിധം നമുക്ക് ആവശ്യമുള്ള, അതായത് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മിനിമലായിട്ടും നമുക്ക് കുറച്ച് ലക്ഷറീസ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും വളരെ അഫോർഡബിളാണ് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ ഒരു സ്ഥലം, അതായത് ഈ ഒരു വീലുള്ള സ്ഥലമാണ് അൽ കസ്ബ. ഇവിടുന്ന് നടന്ന് നമുക്ക് അവിടെ എത്താൻ സാധിക്കും. ബട്ട് കുറച്ച് ടൈം എടുക്കും. ഈ ഒരു ഏരിയ തന്നെ ഏകദേശം ഒരു 4 to 5 acres ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഫാമിലി ആയിട്ട് നമുക്ക് ബോട്ടിങ് ചെയ്യാം. അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ ആ ബോട്ട് റൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അസിസ്റ്റൻസ് ഉണ്ട്, അവരെ യൂസ് ചെയ്തും അവരും നമ്മളെ ഒരു 30-35 minutes വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ഓൾമോസ്റ്റ് ഏകദേശം ഒരു 100 to 150 dirhams ആണ് അതിനവർ ചാർജ് ചെയ്യുന്നത്. ആ കാണുന്നതൊക്കെ ഇവിടെ ഉള്ള ബോട്ട്സാണ്. പിന്നെ ഇങ്ങനെയും നമുക്ക് ബോട്ടെടുത്ത് ഒരു 2-3 ഫ്രണ്ട്സൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഒരു 2-3 ഫാമിലിയൊക്കെ ആയിട്ട് നമുക്കങ്ങനെ സ്പെൻഡ് ചെയ്യാം. അത് ടൈമിനനുസരിച്ച് റേറ്റും കൂടും. പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു മാപ്പ് വെച്ചിട്ടുണ്ട്, സോ ദാറ്റ് നമുക്ക് ഈ ഏരിയയുടെ ഫുള്ളൊരു എവിടെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് എന്ന് അറിയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ റെസ്റ്റോറൻറ്റ്സ്, എപ്പോഴും ഇത് നമ്മളീ കാണുന്നത് അൽബേക്കാണ്. സോ അറിയാലോ, UAEയിലുള്ളവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അൽബേക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയ സ്ഥലമാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയ സ്ഥലമാണ് ക്രിസ്പി ക്രീം. അവിടെ പോയി ഞങ്ങൾ, അതും വലിയ റേറ്റ് എനിക്ക് തോന്നിയില്ല. ലൈക്ക് ഒരു less than 10 dirhamsന് നമുക്കൊരു ഡോനറ്റൊക്കെ കിട്ടും. അറിയാലോ, ക്രിസ്പി ക്രീമിലെ റേറ്റും അവിടുത്തെ ടേസ്റ്റും അറിയാവുന്നവർക്ക് അതറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് വലിയൊരു ഗ്ലോബ് പോലെ ഒരു സംഭവം കണ്ടത്. ദൂരെ നോക്കിയപ്പോൾ ഒരു ഗ്ലോബായി തോന്നിയെങ്കിലും പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അതൊരു ബോളാണെന്ന്. സോ അതൊരു കിഡ്സ് പ്ലേ ഏരിയ ആണ്. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ കിഡ്സിന് കളിക്കാനുണ്ട്. ആൻഡ് ഓൾസോ അതും നമുക്ക് വലിയ റേറ്റില്ല, ഒരു 30 dirhamsനൊക്കെ നമുക്ക് അവിടെ കിഡ്സുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. മെയിൻലി ഞാൻ പറഞ്ഞ പോലെ ഈ ഏരിയ എന്ന് പറയുന്നത് കിഡ്സ് ഫ്രണ്ട്ലി ആണ്. അവർക്ക് വന്ന് കളിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയൊരു പ്ലേസ്. ഞങ്ങളിത് ഇവിടെ പോയത് ഒരു നാഷണൽ ഡേ ഹോളിഡേക്കാണ്. സോ അതുകൊണ്ട് തന്നെ റഷും അത്യാവശ്യം ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 5 to 6 acresനുള്ള ഒരു ലാൻഡ് ആയതുകൊണ്ട് തന്നെ അത്ര തിരക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല. എല്ലാവരും അവരുടേതായ ആക്ടിവിറ്റീസിൽ നടക്കുകയായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ബിഗ് ബലൂൺ എന്ന് പറയുന്നത്. അവിടെയും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഒരു 15 to 30 dirhams എന്തോ ആണ് അതിൻ്റെ റേറ്റ്, ഞാൻ ശരിക്കും ഓർക്കുന്നില്ല അവിടെ. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു വെതർ കണ്ടീഷനാണ് നമുക്കിതിൽ എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയ അന്ന് ഇച്ചിരി ഒരു വിൻഡുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ കയറാനായിട്ട്. സോ അത് വർക്കിംഗ് ആയിരുന്നില്ല. ഇതൊരു ഗോ കാർട്ടിങ് ഏരിയ ആണ്, കിഡ്സിൻ്റെ ഗോ കാർട്ടിങ് ഏരിയ ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെയും ഒത്തിരി സ്പേസ് എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കുമായിരുന്നു UAEയുടെ ഫ്ലാഗ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ള ഏരിയയാണ് ഷോപ്പിംഗ് ഏരിയ.
അപ്പോൾ ഒരു പ്ലേസിലെ ഏറ്റവും മെയിനായിട്ടുള്ള കുറച്ച് ഏരിയാസാണ് ഷോപ്പിങ്ങും എൻ്റർടൈൻമെൻറ്റും. അത് രണ്ടുമുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്കിത് തോന്നിയത്, വിത്ത് നേച്ചറിൻ്റെ ആംബിയൻസിൽ. ഇതൊരു പർദ്ദ പിന്നെ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ലൈക്ക് സ്മോൾ സ്റ്റോൾസ് അവർ വെച്ചിരിക്കുകയാണ്. ഇതിവിടെയൊക്കെ നല്ല റേറ്റ് കുറവിനാണ് നമുക്ക് സാധനങ്ങൾ കിട്ടിയത്. ലൈക്ക് ഒരു 15 ദിർഹംസിന് വരെ അവിടെ ഷർട്ടുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയുടെ അടുത്തൊരു പാരറ്റ് ഇരിക്കുന്ന കണ്ടു അതിൻ്റെ തോളത്ത്. അപ്പോൾ ആരും വിളിച്ചിട്ട് പാരറ്റ് പോകുന്നില്ല, അത് ആ കുട്ടിയുടെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിനെ തൊട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അതൊക്കെ കണ്ടിങ്ങനെ നടന്ന് ഇത് അഡിഡാസിൻ്റെയാണ്. നമുക്കറിയാം അഡിഡാസിൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് ഒന്നുമല്ല, ബട്ട് എന്നാലും ക്വാളിറ്റിക്ക് വലിയ കോംപ്രമൈസ് ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. അതൊക്കെ നമുക്കൊരു 25 ദിർഹംസിനൊക്കെ അവിടെ നിന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഇത് അങ്ങനത്തെ ചെറിയൊരു സ്റ്റോളാണ്, കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ ഉള്ള സ്റ്റോളാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെത്തിയത് ഇങ്ങനെ ഒരു ഫൗണ്ടനിലേക്കാണ്. ഈ ഫൗണ്ടനിലെ വ്യൂ നല്ല ഭംഗിയാണ്. ഇവിടുത്തെ വ്യൂ കാണാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ കാണുന്നത് ഒരു മോസ്കാണ്. അപ്പോൾ ആ മോസ്കും ആ ഒരു ഫൗണ്ടനും കൂടെ സൂപ്പർ വ്യൂ ആയിരുന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെയും കിഡ്സിൻ്റെ ഏരിയ ആയിരുന്നു. അവിടെയും ഈ പറഞ്ഞ പോലെ ഷോപ്പിംഗ് അതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ കണ്ടോ, ഞാൻ പറഞ്ഞ 30 ദിർഹംസ് 25 ദിർഹംസിനൊക്കെ നമുക്ക് ഷർട്ടും ഒക്കെ കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞ് കിഡ്സിനെ ഇത് ഒരു കിഡ്സ് വേൾഡ് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ക്രീനിൽ എല്ലാ ദിവസവും ഒരു ഡിസ്നി ലാൻഡിൻ്റെ ഒരു സ്റ്റോറി പ്ലേ ആവും. ഇപ്പോൾ 8:30 ടൈമിലാണ് അത് പ്ലേ ആവുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു, ഫോറിനേഴ്സ് ഒത്തിരി പേരുണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. അത് ഞങ്ങളത് കുറച്ച് നേരം കണ്ടു. അത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്തെ ഏരിയയിലേക്ക് പോയി. അവിടെയും ഈ പറഞ്ഞ പോലെ ഒത്തിരി സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു 50+ സ്റ്റോൾസ് എന്തായാലും അവിടെ ഉണ്ടാവും. പിന്നെ ബാസ്കിൻ റോബിൻസ്, അങ്ങനെ മെയിൻ എല്ലാ ബ്രാൻഡ്സും അവിടെ കണ്ടതായിട്ട്. ഇതൊക്കെ അവിടുത്തെ ഫുഡ് സ്പോട്ട്സ് ആണ്. ഇത് ലോക്കൽ ഫുഡ് സ്പോട്ട്സ് ആണ്. ലൈക്ക് ചാട്ട് ഉണ്ടായിരുന്നു, പിന്നെ കുനാഫ, അങ്ങനത്തെ മെയിൻ അറബ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ മോസ്ക് വിത്ത് ദ വ്യൂ. നല്ല രസമായിരുന്നു. ഇവിടെ കുറേ നേരം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു, അങ്ങനെ ഇരുന്നു. ആ ലൈറ്റിങ്ങും ആ സെറ്റപ്പൊക്കെ സൂപ്പറായിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ, വൈഡ് ആംഗിൾ വ്യൂ. അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഫൗണ്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഫൗണ്ടൻ എൻജോയ് ചെയ്തു. സാറ്റർഡേയ്സിൽ ഒരു 8:30 ഫൗണ്ടൻ. ഒരു 15 മിനിറ്റ്സ്, മാക്സിമം 15 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ആ ഫൗണ്ടൻ. നല്ല രസമായിരുന്നു. എനിക്ക് തോന്നുന്നു വീക്ക് ഡേയ്സ് ഇറ്റ് വിൽ ബി 8 ആണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. അത് നിങ്ങളൊന്ന് ഗൂഗിളിൽ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് അവിടുത്തെ ഫൗണ്ടൻ. നല്ല രസമായിരുന്നു. നിങ്ങൾ ആ ഫൗണ്ടൻ വ്യൂ ഒന്ന് എൻജോയ് ചെയ്യും. അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ